ഗായിക അമൃത സുരേഷുമായി വേർപിരിയാനുള്ള കാരണം ഇതാണെന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞ ദിവസം നടൻ ബാല രംഗത്തെത്തിയിരുന്നു. വാർത്താ സമ്മേളനം നടത്തി ബാല പറഞ്ഞത് താൻ കാണാൻ പാടില്ലാത്ത കാഴ്ച കണ്ടതുകൊണ്ടെന്നായിരുന്നു. സംഗീത സംവിധായകൻ ഗോപി സുന്ദർ തന്നെ ചതിച്ചെന്നും ബാല പറഞ്ഞിരുന്നു. ഇതിനിടെ അമൃത സുരേഷും പ്രതികരണം അറിയിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിരുന്നു. തന്നെ ഇതൊന്നും ബാധിക്കില്ല, തന്റെ കരിയറുമായി മുന്നോട്ടു പോകുന്നുവെന്നായിരുന്നു അമൃത കുറിച്ചത്. ബാലയുടെ പ്രതികരണത്തിന് പിന്നാലെ ഗോപി സുന്ദറിനും അമൃതയ്ക്കും എതിരായ സൈബർ ആക്രമണം കടുക്കുകയാണ്. ഇത്തരം അധിക്ഷേപങ്ങൾക്ക് മറുപടി നൽകി അമൃതയുടെ സഹോദരിയും ഗായികയുമായ അഭിരാമി സുരേഷ് ഇന്നലെ രംഗത്തെത്തിയിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു അഭിരാമിയുടെ പ്രതികരണം. ആര്യണ്ണൻ എന്ന യൂട്യൂബർ ബാലയ്ക്കെതിരെ രംഗത്തെത്തിയിരുന്നു. ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് അഭിരാമി പ്രതികരിച്ചത്. നിങ്ങൾ ആരാണെന്നോ നേരിട്ടോ എനിക്കറിയില്ല. എന്നാൽ ഈ ദീർഘകാല ഏകപക്ഷീയമായ പീഡനത്തിനെതിരെ നിങ്ങൾ വിവേകപൂർണമായ ഒരു പോയിന്റ് കൊണ്ടുവന്നുവെന്ന് ഈ വീഡിയോയെക്കുറിച്ച് അഭിരാമി പറയുന്നു. അഭിരാമിയുടെ പ്രതികരണത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: കാര്യങ്ങൾ കൂടുതൽ വഷളാകാതിരിക്കാനാണ് ഞങ്ങൾ ഇതിനോടൊന്നും പ്രതികരിക്കാതിരുന്നത്. മാത്രമല്ല, മാധ്യമങ്ങളിലൂടെയുള്ള നെഗറ്റീവ് വാർത്തകളിലേക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ വലിച്ചിഴയ്ക്കാതിരിക്കാനും ഞങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറുവശത്ത് ഉള്ളയാൾ സാമ്പത്തികമായി ഞങ്ങളെക്കാൾ ഉയർന്ന നിലയിലാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടുകയാണെന്ന് അഭിരാമി പറയുന്നു. മറ്റുള്ളവരെ പോലെ തന്നെ ഭാവി സുരക്ഷിതമാക്കാനായി രാവും പകലും പാടിയും ജോലിയെടുത്തുമെല്ലാം ഞങ്ങളും കഷ്ടപ്പെടുകയാണ്. വയസ്സായ ഒരു അമ്മയും കുഞ്ഞിനെയും ഞങ്ങൾക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. ഇക്കാരണങ്ങൾ കൊണ്ട് എൻ്റെ ഭാവിയും തകരുകയാണ്. ആരെയും കബളിപ്പിക്കാനോ ആരുടെ മുമ്പിലും അഭിനയിക്കാനോ ഞങ്ങൾ നിന്നിട്ടില്ല. ആളുകളെ സ്നേഹിച്ചും ബഹുമാനിച്ചും ഞങ്ങൾക്കറിയാവുന്ന പ്രൊഫഷൻ ചെയ്തുമാണ് ഞങ്ങൾ ജീവിക്കുന്നത്. സംഗീതം ഞങ്ങളുടെ അച്ഛനും അമ്മയും ഞങ്ങൾക്ക് നൽകിയ സംഗീതമാണ് ഞങ്ങളുടെ ശക്തി. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഞങ്ങൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന സൈബർ അപകീർത്തികൾ സമൂഹത്തിലെ ഒരു വിഭാഗം വിശ്വസിക്കുന്നുണ്ടെന്നത് അസഹനീയമാണ്. നേരിട്ടുള്ള പരിചയമോ കൃത്യമായ തെളിവുകളോ ഇല്ലാതെ മറ്റൊരാളുടെ സ്വഭാവത്തെക്കുറിച്ച് മോശം പറഞ്ഞ് അവരെക്കുറിച്ച് വെറുപ്പുണ്ടാക്കി ആളുകളെ കബളിപ്പിക്കാൻ എളുപ്പമാണ്. സ്വന്തം കാലിൽ അഭിമാനത്തോടെ നിൽക്കാൻ കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയെയും അവരുടെ കുടുംബത്തെയും ദ്രോഹിക്കുന്നതിനോളം മൃഗീയമായ മറ്റൊരു കാര്യമില്ല. ആളുകളെ അപമാനിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ചിലരുടെ ദുരഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി മറ്റുള്ളവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടരുതെന്നും അഭിരാമി കുറിച്ചു. കൂടാതെ പോസ്റ്റിന് താഴെ ഗോപി സുന്ദറിനെയാണോ ബാല ഉദ്ദേശിച്ചതെന്ന രീതിയിലുള്ള കമന്റിനും അഭിരാമി മറുപടി നൽകി. ഈ പറയുന്ന ഗോപി ചേട്ടനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ഞങ്ങൾക്ക് ആ സമയം അദ്ദേഹത്തെ പരിചയം പോലുമില്ല. കഥകൾ മെനയാനും പറഞ്ഞു വിശ്വസിപ്പിക്കാനും ഒക്കെ പലർക്കും പറ്റും. പക്ഷെ കള്ളങ്ങൾ പ്രചരിക്കുമ്പോൾ അത് കേട്ട് മിണ്ടാതെ ഇരിക്കാൻ എൻ്റെ ഉള്ളിലെ സത്യം അനുവദിക്കുന്നില്ല. ക്ഷമിക്കണം. ഞങ്ങളൊരു 2 വർഷം മുമ്പെയാണ് ഗോപിച്ചേട്ടനെ പരിചയപ്പെടുന്നത്. അപ്പോഴാണ് ഇത്തരമൊരു കഥയിറക്കൽ. അത് വിശ്വസിക്കാൻ ചിലരും. ഇങ്ങനെ യാതൊന്നും അറിയാതെ ഒരാളെക്കുറിച്ച് മോശം പറയുന്നത് ക്രൂരമാണ്. ഇങ്ങനെയാണ് അഭിരാമി കുറിച്ചത്.